പാഠം 936. മണി 8 അതിനെന്താണ്? 9 മണിക്ക് മുമ്പ് ചെറിയച്ഛൻ ഇവിടെ എത്തും. 3-4 മണിക്കൂർ യാത്ര ചെയ്താണ് ചെറിയച്ഛൻ ഇങ്ങോട്ട് വരുന്നത്. ഇവിടെ വന്നിട്ട് കാപ്പി കുടിച്ചാൽ മതി ഞാൻ പറയുകയും ചെയ്തു. അതിനെന്താണ് ഇവിടെ പ്രശ്നം? ചെറിയച്ഛൻ 9 മണിക്കെന്നല്ല, ഇപ്പൊ ഇവിടെ കയറി വന്നാലും ഇവിടെ ഒരു താമസം ഉണ്ടാവില്ല. കഴിക്കാനുള്ളതൊക്കെ ഞാൻ എപ്പോഴും റെഡിയാക്കി വെച്ചിരിക്കുന്നു. മോനേട്ടാ, ഇത്തരം കാര്യങ്ങളിലൊക്കെ ഞാനൊരു ഭയങ്കര സംഭവമാണെന്ന് മോഹൻ ഇപ്പോഴും അറിഞ്ഞൂടെ? കാര്യം പറഞ്ഞാൽ നമ്മൾ തമ്മിൽ ഇടയ്ക്കിടയ്ക്ക് വഴക്കുണ്ടാക്കാറുണ്ടെങ്കിലും മോഹനേട്ടന്റെ ചെറിയച്ഛൻ ഇവിടെ വരുമ്പോ ഞാൻ എന്തെങ്കിലും അതിനൊരു കുറവ് വരുത്തോ? അങ്ങനെ കുറവ് വന്നിട്ടുണ്ടെങ്കിൽ അതിന് മോഹനേട്ടനല്ലേ നാണക്കേട്? ചെറിയച്ഛൻ നാട് ചെന്ന് എന്തെങ്കിലും ഒരു കുറ്റം പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്റെ മോഹനേട്ടന്റെ ഗ്ലാമർ പോവില്ലേ? ഒരിക്കലുമില്ല. ഭക്ഷണ കാര്യത്തിൽ എന്തെങ്കിലും കുറവ് വന്നാൽ അതിന്റെ നാണക്കേട് നിനക്ക് മാത്രം. ആ മോഹനേഷൻ നല്ല സ്നേഹമുള്ള പയ്യൻ, പക്ഷേ ഒന്നിനും കൊള്ളാത്തൊരു ഭാര്യയാണല്ലോ ഈശ്വര അവന് കിട്ടിയത് എന്ന് ചെറിയച്ഛൻ നാടായ നാട് മുഴുവൻ പറഞ്ഞു നടക്കും. എന്തായാലും ചെറിയച്ഛന് എന്നെ പറ്റി അങ്ങനെ പറയാനേ പോകുന്നില്ല. കാരണം എന്താണെന്നറിയാമോ? ചെറിയച്ഛന് ഏറ്റവും ഇഷ്ടമുള്ള ബീഫ് ഫ്രൈ ആണ് ഇന്ന് ഉച്ചയോടെ ഞാൻ ഉണ്ടാക്കി കൊടുക്കാൻ പോകുന്നത്. അത് കഴിച്ചിട്ട് ചെറിയച്ഛൻ എന്തായാലും എന്നെ കുറ്റം പറയുന്നു മോഹനേട്ടന് തോന്നുന്നുണ്ടോ? ബീഫ് ഫ്രൈയോ? എന്താ ഉദ്ദേശം? നിനക്ക് വിരോധം എന്നോടാണോ അതോ എന്റെ ചെറിയച്ഛനോടാണോ? വിരോധോ? നീ ചെറിയച്ഛന് ഉച്ചക്ക് എന്തുണ്ടാക്കി കൊടുക്കാൻ പോണെന്നാ പറഞ്ഞത്? ബീഫ്. എന്താണ് ഉദ്ദേശം? എന്റെ മോഹനേട്ടാ, ചെറിയച്ഛന്റെ ബീഫ് എന്ന് പറഞ്ഞ ജീവനാന്ന് അറിഞ്ഞൂടെ? കഴിഞ്ഞ തവണ ചെറിയച്ഛൻ വന്ന ദിവസം ബീഫ് ഇല്ലാത്തതിന്റെ പേരിൽ എന്നോട് ആകെ അനുഭവമായിരുന്നു. പിറ്റേ ദിവസം ബീഫ് ഉണ്ടാക്കി കൊടുത്തപ്പോ ചെറിയച്ഛന്റെ ആ മുഖം തെളിഞ്ഞു എന്ന് മാത്രമല്ല, പോകുമ്പോ ബാക്കി ഉണ്ടായിരുന്ന ബീഫെ ചെറിയച്ഛൻ പൊതിയായിട്ട് കൊണ്ടുപോവുകയും ചെയ്തു. അങ്ങനെയുള്ള ചെറിയച്ഛൻ വരുമ്പോ ബീഫ് ഉണ്ടാക്കി കൊടുക്കാതിരിക്കുന്നത് എങ്ങനെയാ? ചെറിയച്ഛന് കൊളസ്ട്രോൾ ഉള്ളായിരുന്നോ? കുറച്ചെങ്ങാണ്ടുണ്ട്. കുറച്ചാലുണ്ടല്ലോ. കൊളസ്ട്രോൾ ഉള്ള ഒരാൾ ബീഫ് കഴിച്ചാൽ എന്താ ഉണ്ടെന്നറിയാമോ? എന്നും കഴിക്കുന്നില്ലോ എന്റെ മോനേട്ടാ. എന്തായാലും ചെറിയമ്മ ബീഫ് വീട്ടിലുണ്ടാക്കി കൊടുക്കാൻ പോകുന്നില്ല. അപ്പൊ പിന്നെ എവിടെയൊക്കെ വരുമ്പോഴല്ലോ ഒന്ന് കഴിക്കാൻ പറ്റുള്ളൂ. ഓ, അപ്പൊ നീ പറയുന്നത് കേട്ടാ, ചെറിയച്ഛൻ ഇങ്ങോട്ട് വരുന്നതന്നെ ബീഫ് കഴിക്കാൻ വേണ്ടി മാത്രമാണ് തോന്നുമല്ലോ. ചെറിയച്ഛന് വരുന്നത് എന്നെ കാണാൻ. വീട്ടിലൊരു അതിഥി വരുമ്പോ അയാൾക്ക് ഇഷ്ടമുള്ളത് ഉണ്ടാക്കി കൊടുക്ക എന്ന് പറയുന്നത് ഒരു മര്യാദയാണ്. ഞാൻ അതേ പറഞ്ഞുള്ളൂ. മോഹനയുടെ പറയുന്നതനുസരിച്ച് ചോറ് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിലേ ഒരിക്കലും ഇങ്ങോട്ട് വരുന്നവരെ പിന്നെ ഈ ജന്മത്തിൽ കൂടെ തിരിഞ്ഞു നോക്കാൻ പോകുന്നില്ല. ഞാൻ ബീഫ് ഉണ്ടാക്കും, ചെറിയച്ഛൻ അത് കഴിക്കുകയും ചെയ്യും. കാഞ്ചന സാറിന്റെ മുഖം എന്താ വല്ലാതിരിക്കുന്നത്? വന്നപ്പോ മുതൽ ഞാൻ ശ്രദ്ധിക്കുക, എന്തോ പ്രശ്നമുണ്ട്. ചങ്കെടുത്ത് കാണിക്കുമ്പോ ചെമ്പരത്തി പോന്ന് പറയുന്നവരുടെ കൂട്ടത്തിലാ ജീവിക്കുന്ന പ്രഭേ. അപ്പം മുഖം ഇങ്ങനെ ഇരിക്കും. അപ്പൊ പ്രഹ്ലാദൻ ചേട്ടനുമായിട്ടാണ് പ്രശ്നം. എന്തു പറ്റി? ഞങ്ങളോട് പറയാൻ പറ്റുന്നതാണോ? കഴിഞ്ഞ ആഴ്ച പ്രഹ്ലാദൻ ചേട്ടന്റെ അമ്മാവൻ വീട്ടിൽ വന്നു. ആള് പെൻഷനായി വീട്ടിലിരിക്കാൻ തുടങ്ങിയിട്ട് 4-5 വർഷമായി. എന്നാലും ആളാകെ കൂടി ഞങ്ങളുടെ വീട്ടിൽ വരുന്നത് 3-4 വർഷം കൂടിയ. അങ്ങനെ ഒരാൾ വീട്ടിൽ വരുമ്പം ഒരു കുറവും കൂടാതെ നോക്കണ്ടേ? ഇല്ലെങ്കിൽ കുറ്റം മുഴുവൻ നമ്മൾ പെണ്ണുങ്ങൾക്കായിരിക്കും. എനിക്ക് സമയം ഉണ്ടായിട്ടല്ല, എന്നാല് അമ്മാവന് ഇഷ്ടമുള്ളതെല്ലാം വച്ചുണ്ടാക്കി കൊടുക്കും. പുള്ളിക്കാരനെ കപ്പയിറച്ചെന്ന് വെച്ച ജീവനാ. വന്ന പാടെ എന്നോട് പറയാ, മോളെ കാഞ്ചനെ, കപ്പ പുഴുങ്ങി കഴിച്ചിട്ട് കൊറേ നാളായി, അമ്മായി അതൊന്നും ഉണ്ടാക്കി തരില്ല, നിന്റെ കൈപ്പുണ്യം എങ്ങനെയുണ്ടെന്ന് നോക്കട്ടെ എന്ന്. പ്രഹ്ലാദൻ ചേട്ടന്റെ അമ്മാവനല്ലേ, ഒന്നും കുറയ്ക്കണ്ടെന്ന് ഞാനും കരുതി. പിന്നെ വീട്ടിലുണ്ടായിരുന്ന 4 ദിവസവും കപ്പയും ഇറച്ചിയും ഉണ്ടാക്കി കൊടുത്തു. അമ്മാവന് വലിയ സന്തോഷായെന്നേ.
പോവാൻ നേരത്ത് പ്രഹ്ലാദൻ ചേട്ടനോട് എന്നെ പറ്റി ഒരുപാട് പുകഴ്ത്തി പറയുകയും ചെയ്തു. ഓഹോ. ഭർത്താവിന്റെ വീട്ടുകാർ നമ്മളെ പുകഴ്ത്തി പറയുന്നത് നമ്മൾ പെണ്ണുങ്ങൾക്ക് വലിയ സന്തോഷമല്ലേ? ഞാനും സന്തോഷിച്ചു. പിന്നെ ഇപ്പൊ എന്താ പ്രശ്നം? അമ്മാവൻ പോയിട്ട് 2-3 ദിവസമായില്ലേ? ഇപ്പോഴാണല്ലോ പ്രശ്നം ഉണ്ടായത്. ഇന്നലെ എങ്ങാണ്ട് അമ്മാവന്റെ രക്തം പരിശോധിച്ചപ്പോ ഷുഗറും കൊളസ്ട്രോളും കൂടിയെന്ന് പറഞ്ഞാ പോരെ, ശരിക്കും കൂടി. അമ്മായി പ്രഹ്ലാദൻ ചേട്ടനെ വിളിച്ച് ഇനി പറയാനൊന്നുമില്ല. 3-4 കൊല്ലമായി ഷുഗറും കൊളസ്ട്രോളും ഇല്ലാതെ അമ്മായി ശ്രദ്ധിച്ചിരുന്നതാ. ഇവിടെ വന്നപ്പോ ഞാൻ കപ്പയുണ്ടാക്കി കൊടുത്ത് ഷുഗറും കൂടി, ഇറച്ചിക്കറി ഉണ്ടാക്കി കൊടുത്ത് കൊളസ്ട്രോളും കൂടി എന്ന് പറഞ്ഞ് വഴക്കോട് വഴക്ക്. അപ്പോ അമ്മാവന് ഷുഗർ ഉള്ള കാര്യം കാഞ്ചന സാറിന് അറിഞ്ഞൂടായിരുന്നോ? ഞാൻ എങ്ങനെയാ ശിശുപാലൻ ചേട്ടാ അറിയാൻ? എന്നാ അങ്ങേര് പറയണ്ടേ? എന്തായാലും അമ്മായിയുടെ വഴക്ക് കേട്ടതോടെ പ്രഹ്ലാദൻ ചേട്ടൻ എന്റെ മെക്കിട്ട് കയറി. ഞാൻ അമ്മാവനെ കൊല്ലാൻ നോക്കിയെന്ന് വരെ അമ്മായി പറഞ്ഞത്രേ. അമ്മാവന്റെ വീട്ടുകാർ മുഴുവൻ പ്രഹ്ലാദൻ ചേട്ടനെ വഴക്ക് പറഞ്ഞതോടെ പ്രഹ്ലാദൻ ചേട്ടൻ എന്നോട് വഴക്കിട്ടു. പ്രഭ പറ, ഞാൻ എന്താ ചെയ്യേണ്ടേ? അമ്മാവൻ പറഞ്ഞത് ഉണ്ടാക്കി കൊടുത്തില്ലെങ്കിൽ അതിനായിരിക്കും വഴക്ക്. ഉണ്ടാക്കി കൊടുത്തപ്പോഴോ അതായി കാരണം. ഉള്ളത് പറയാലോ കാഞ്ചന സാറേ, വയസ്സായ ആളുകളൊക്കെ വീട്ടിൽ വരുമ്പോ നമ്മളൊന്ന് ശ്രദ്ധിക്കണം. അല്ല, ഇക്കാലത്ത് കൊളസ്ട്രോളും ഷുഗറും ഇല്ലാത്ത ആരാ ഉള്ളത്? കാഞ്ചന സാറിന്റെ ഭാഗത്തുകൊണ്ട് ഒരു ചെറിയ ശ്രദ്ധ കുറവ്. ശിശുപാലൻ ചേട്ടൻ അല്ലെങ്കിലും അങ്ങനെ പറയൂ. അല്ലെങ്കിലും പെണ്ണുങ്ങളെ കുറ്റം പറയാനുള്ള ഒറ്റ ഉദ്ദേശമല്ലേ നിങ്ങൾ ആണുങ്ങൾക്ക് ഉള്ളൂ. ഇവൾ ചെറിയച്ഛന് ബീഫ് ഉണ്ടാക്കി കൊടുക്കും. ഒടുവിൽ ചെറിയമ്മ കാര്യങ്ങൾ അറിയുന്നോടെ എന്നെ വിളിച്ചീത്ത വിളിക്കും. ഇത് ശരിയാവില്ല. ആ ശരി, നാളെ രാവിലെ ഓഫീസിൽ കാണാം. ആയിക്കോട്ടെ. വിദ്യാലക്ഷ്മി ആയിരുന്നു. ഇന്ന് ഞാൻ ചെല്ലില്ലാന്ന് പറഞ്ഞിട്ട് വിളിച്ചതാ. അവൾ എന്നോട് ചോദിക്കുക, ചെറിയച്ഛൻ വരുന്നതിന് പേര് ലീവ് എടുക്കേണ്ട വല്ല കാര്യം ഉണ്ടോന്ന്. ചെറിയച്ഛനും നമ്മൾ തമ്മിലുള്ള ബന്ധത്തെ പറ്റി അവർക്ക് അറിഞ്ഞൂടല്ലോ. അത്രയ്ക്ക് ബന്ധമുണ്ടായിട്ടാണോ നീ ചെറിയച്ഛന് ബീഫ് ഉണ്ടാക്കി കൊടുക്കാൻ പോകുന്നത്? ബന്ധമുള്ളത് കൊണ്ടാണല്ലോ ബീഫ് ഉണ്ടാക്കി കൊടുക്കാൻ പോകുന്നത്. നമുക്ക് സ്നേഹമുള്ളവർക്ക് ഇഷ്ടമുള്ള ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കാന്നുള്ളതല്ലേ നമുക്കൊരു സന്തോഷം. എന്റെ മോനട്ടാ ഭാമേ, എന്ത് പലവട്ടം ഞാൻ പറഞ്ഞിട്ടുണ്ട്, ചെറിയച്ഛൻ ഒരു രോഗിയാണ്. ഒരു രോഗിക്ക് ഭക്ഷണം കൊടുക്കുമ്പോൾ വളരെയധികം സൂക്ഷിക്കണം. കുറച്ച് കൊളസ്ട്രോൾ കൂടുതലാണെന്ന് പറയുന്ന വലിയ രോഗമൊന്നല്ല എന്റെ മോനട്ടാ. ഈ കാലത്ത് കൊളസ്ട്രോൾ കൂടുതലില്ലാത്ത ആരെവിടെയുള്ളത്? നീ എന്തൊക്കെ പറഞ്ഞാലും ചെറിയച്ഛന് ബീഫ് ഉണ്ടാക്കി കൊടുക്കാൻ ഞാൻ സമ്മതിക്കില്ല. ചെറിയച്ഛന് നമ്മൾ ബീഫ് ഉണ്ടാക്കി കൊടുത്താൽ ചെറിയമ്മ എന്തൊക്കെയാവും പറയുക? പിന്നെ കൊളസ്ട്രോൾ കൂടുതലുള്ള ഭക്ഷണം ഉണ്ടാക്കി കൊടുത്ത് ചെറിയച്ഛനെ നിങ്ങൾ വീണ്ടും രോഗിയാക്കോ എന്ന് പറയില്ലേ? അങ്ങനെയൊന്നും ഇവിടെ ആരും പറയാൻ പോകുന്നില്ല. പറയും. കാഞ്ചനയുടെ ഭർത്താവ് പ്രഹ്ലാദന്റെ അമ്മായി അങ്ങനെയൊക്കെ പറഞ്ഞു. എന്ത്? നേരണ്ട, ആളുകൾ അങ്ങനെയൊക്കെ പറയാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് യാതൊരു കാരണവശാലും ഇന്ന് ഈ വീട്ടിൽ ബീഫ് ഉണ്ടാക്കാൻ ഞാൻ സമ്മതിക്കില്ല. പിന്നെ എന്തുണ്ടാക്കി കൊടുക്കണമെന്നാ മോനോട് പറയുന്നത്? വർഷങ്ങൾ കൂടി വീട്ടിൽ വരുന്ന ഒരാൾക്ക് പച്ചക്കറി വെച്ചുണ്ടാക്കി കൊടുക്കണോ? അങ്ങനെ പച്ചക്കറി മാത്രം ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിലേ ചെറിയച്ഛൻ എന്താ ധരിക്കാന്നറിയാമോ? മോഹനേട്ടന് ഒരു ഭയങ്കര പിശുക്കനാണെന്ന്. സത്യതാണെങ്കിലും ചെറിയച്ഛനായത് ഞാൻ നോക്കണമല്ലോ. പച്ചക്കറി മാത്രം മതി എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. എന്ത്? മീൻ വാങ്ങാം. ഈ മീൻ എന്ന് പറയുന്നത് ബീഫ് പോലെ അല്ല, കൊഴുപ്പ് വളരെ കുറവാണ്. മാത്രമല്ല മനുഷ്യ ശരീരത്തിന് ആവശ്യമായ നിരവധി പോഷകാംശങ്ങൾ അതിനകത്തുണ്ട്. മീൻകറി ഉണ്ടാക്കിയാൽ മതി. മീൻകറി ഉണ്ടാക്കാമെങ്കിൽ ബീഫും ഉണ്ടാക്കാം. അത് രണ്ടും തമ്മിൽ ഒരുപാട് വ്യത്യാസമല്ലേ? ബീഫ് ആരോഗ്യം കളയുന്ന സാധനമാണെങ്കിൽ മീൻ ആരോഗ്യം ഉണ്ടാക്കുന്ന സാധനമാണ്. ഇന്ന് ഇവിടെ മീൻകറി ഉണ്ടാക്കിയാൽ മതി. ഇത് കെ മോഹൻ സാറിന്റെ തീരുമാനമാണ്. വക്കീലേ, മോനേട്ടം ഉത്തമ ഞാൻ വിളിച്ചിട്ട് വന്ന ഉത്തമന് കൊടുക്കാൻ ലിസ്റ്റ് ഞാൻ ഇവിടെ വെച്ചിരുന്നല്ലോ. എവിടെ പോയി? എവിടെ? ഇതായിരിക്കണം.
വരുന്നില്ലേ ഉത്തമനോട് ബീഫിന്റെ ദോഷങ്ങൾ പറയാൻ? ഞാൻ കുളിയാൻ പോവാ. എങ്കിൽ പിന്നെ അതെങ്കിലും നടക്കട്ടെ. ഓ, ആഹാ നമസ്കാരം ഡോക്കിലെ. നമസ്കാരം. ഇല്ലേ, അത്യാവശ്യമായിട്ട് കാണണമെന്ന് പറഞ്ഞോണ്ട് ഞാൻ പാഞ്ഞു പിടിച്ചു വന്നത്. എന്ത് സംഭവം? മോഹനട്ടന്റെ ചെറിയച്ചൻ വരുന്നു. ആണാ? ഉം. ആ, അയ്യേ. അരമണിക്കൂറിൽ ആളിങ്ങെത്തും. രാവിലത്തെ കാപ്പിക്കുള്ളതൊക്കെ ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഓഹോ. ഉച്ചയൂണിന് ബീഫ് വേണമെന്ന് ചെറിയച്ചന് പണ്ടേ ഉള്ള നിർബന്ധമാണ്. ജോണ് കുട്ടിയുടെ കടയിൽ പോയി 2 കിലോ ബീഫ് വാങ്ങണം. അതായിരുന്നു കാര്യം. അയ്യോ, അതാണ് ആന കാര്യം. എന്നാ പിന്നെ ഫോൺ വിളിച്ചപ്പോ അതൊന്ന് പറഞ്ഞുകൂടായിരുന്ന? ഞാൻ ബീഫ് ഹോട്ടലിൽ ഇവിടെ വരുള്ളൂ. ബീഫ് മാത്രം പോരാ ഉത്തമ. ദാ, ഈ ലിസ്റ്റിലുള്ള സാധനം മുഴുവനും വാങ്ങണം. ചെറിയച്ചൻ എന്തായാലും 2 ദിവസം കൂടെ ഉണ്ടാവും. ഭക്ഷണത്തിന്റെ കാര്യത്തിലേ ചെറിയച്ചൊരു ആക്രാന്തക്കാരന്. ഒരുപാട് നാൾ കൂടി ഇവിടെ വരുമ്പോ ഞാൻ വായിക്ക് രുചിയായിട്ട് വല്ലതും വെച്ചു കൊടുത്തില്ലെന്നുള്ള പരാതി ഉണ്ടാവാൻ പാടില്ലല്ലോ. അത് കറക്റ്റാണ്. വക്കീലിന്റെ ബന്ധുക്കളാണ് ആരെങ്കിലും വരുന്നതെങ്കിലും നമ്മൾ എത്ര ശ്രദ്ധിച്ചില്ലെങ്കിലും കുഴപ്പമില്ല. പക്ഷെ ഭർത്താവിന്റെ വീട്ടുകാരെങ്കിലും വരുന്നതെങ്കിൽ അവരെ കാര്യമായിട്ട് ശ്രദ്ധിച്ചില്ലെന്നുണ്ടെങ്കിൽ പിന്നെ അത് പരിഭവമാവും, പരാതിയാവും. അതൊക്കെയാണല്ലോ ഈ കുടുംബ ജീവിതത്തിന്റെ ഇത്. കല്യാണം കഴിച്ചില്ലെങ്കിലും കുടുംബജീവിതത്തിന്റെ കണക്കുകളൊക്കെ ഉത്തമന് കൃത്യമായിട്ട് അറിയാം. നല്ലത്. ഇവിടെ ഒരു മഹാനുള്ളതിന് ഇതൊന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല. രാവിലെ ഞങ്ങൾ തമ്മിൽ ഉടക്കം കഴിഞ്ഞതേ ഉള്ളൂ. എന്നത്തെയും പോലെ പറഞ്ഞ പോലെ സാറിനെ കണ്ടിട്ടില്ല. എവിടെ കുളിക്കാൻ പോവെന്ന് പറഞ്ഞു പോകുന്നുണ്ട്. ചെറിയച്ചൻ വരുന്ന കാര്യം പറഞ്ഞ് രാവിലെ മുതലേ തന്നെ എന്റെ പുറകെ നടന്ന് ശല്യപ്പെടുത്തിക്കൊണ്ടിരിക്കുക. അപ്പൊ ഉത്തമൻ ചെല്ലേ, ഈ പറഞ്ഞ സകല സാധനങ്ങളും ഒരു 10:30 ആകുമ്പോഴേക്കും എവിടെ എത്തിക്കാൻ നോക്കണം. എന്നാലും ഉച്ചയുണ്ട് നേരെ ആകുമ്പോഴേക്കും എല്ലാം റെഡിയാക്കാൻ പറ്റുമോ? 10:30 ആവുന്ന എന്തിനു വെക്കല്ലേ? 10 മണിയാകുമ്പോ ഞാൻ അവിടെ എത്തിക്കും. ആഹാ, ആ പിന്നെ ശരി. ശരി. സാറ് ഇവിടെ ഉണ്ടായിരുന്നേ? വക്കീലിനെ ചോദിച്ചപ്പോ സാറ് കുളിക്കായിരുന്നെന്ന് പറഞ്ഞേ. സംഭവമൊക്കെ ഞാൻ അറിഞ്ഞു സാറേ. ഇന്ന് സാറിനെ ചെറിയച്ചൻ വരുന്നുണ്ടല്ലേ? ഉണ്ട്. 7-8 മാസം കൂടിയാ ചെറിയച്ചൻ കൂടി വരുന്നത്. പല പ്രാവശ്യം ഞാൻ ചെറിയച്ചനോട് പറഞ്ഞതാ കുറച്ച് ദിവസമെങ്കിലും ഇവിടെ നിൽക്കണമെന്ന്. കേക്കില്ലല്ലോ. ഇപ്പൊ എന്തായാലും വരാമെന്ന് സമ്മതിച്ചു. എനിക്കത് വലിയ സന്തോഷമായി. അപ്പൊ ഇനി ചെറിയച്ച പോകുന്നത് വരെ ഇവിടെ ഒരു ഉത്സവമായിരിക്കും അല്ലേ? ഇപ്പൊ തന്നെ വക്കീൽ എന്തൊക്കെ പറഞ്ഞെന്ന് സാറിന് അറിയാവോ? ചെറിയച്ചന് ബീഫ് ഭയങ്കര ഇഷ്ടമായത് കൊണ്ട് 2 കിലോ വേണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അവൾ അത് പറഞ്ഞു കാണും എന്നറിയാവുന്നത് കൊണ്ടാണ് ഞാൻ ഉത്തമനെയും കാത്ത് ഇവിടെ ഇങ്ങനെ നടന്നുകൊണ്ടിരുന്നത്. ഉത്തമ, ചെറിയച്ചന് ബീഫ് ഇഷ്ടമാണ് എന്നുള്ളത് ശരിയാണ്. ഇതെന്താ? പക്ഷേ കൊളസ്ട്രോൾ കൂടുന്നതിന്റെ പേരിൽ മരുന്ന് കഴിക്കുന്ന ആൾക്ക് എങ്ങനെ ബീഫ് കൊടുക്കാൻ പറ്റും? വല്ല അപകടം പറ്റില്ലേ? എന്റെ സാറേ, വല്ലപ്പോഴേക്കും കുറച്ച് ബീഫ് കഴിച്ചു എന്നും പറഞ്ഞോണ്ട് അങ്ങനെ അപകടമൊന്നും വരാൻ പാടില്ല. ഈ കഴിക്കാൻ ഇഷ്ടമുള്ള സാധനം വല്ലപ്പോഴും കഴിച്ചില്ലെന്നുണ്ടെങ്കിൽ പിന്നെ എന്തോന്ന് ജീവിതം സാറേ? ഉത്തമൻ അത് പറയാം. ചെറിയച്ചൻ എന്റെ ആണല്ലോ. ചെറിയച്ചന് ഇഷ്ടമുള്ള ബീഫ് ഉണ്ടാക്കി കൊടുത്ത് ചെറിയച്ചന്റെ മുന്നിൽ ആളാവുക എന്നുള്ള ഒരൊറ്റ ഉദ്ദേശം മാത്രമേ അവൾക്കുള്ളൂ. ബീഫ് വേണ്ട, മീൻ മതി എന്ന് ഞാൻ പറഞ്ഞിട്ട് അവൾ കേൾക്കുന്നില്ല. ചെറിയച്ചന്റെ ആരോഗ്യത്തിന്റെ കാര്യത്തിൽ എനിക്ക് പേടിയുള്ളത് കൊണ്ടാണ് ബീഫ് വാങ്ങണ്ട എന്ന് ഞാൻ പറഞ്ഞത്. അല്ല സാറേ, വാങ്ങണം എന്നാണ് വക്കീൽ പറഞ്ഞിരിക്കുന്നത്. വേറെ ഒന്നും കിട്ടിയില്ലെങ്കിലും ബീഫ് കൃത്യമായി കിട്ടിയിരിക്കണം എന്നാണ് വക്കീൽ പറഞ്ഞിരിക്കുന്നത്. ഈ വീട്ടിലെ ഗൃഹനാഥനാരാ? സാർ. ഇവിടെ എന്ത് വാങ്ങണം എന്ത് വാങ്ങണ്ട എന്നൊക്കെ അപ്പൊ ആര് തീരുമാനിക്കണം? സാർ. മൊയ്തീനിക്കട കടയിൽ നിന്ന് നല്ല മീൻ നോക്കി ഒരു 2 കിലോ വാങ്ങിച്ചോ. അത് മാത്രം വാങ്ങിച്ചാൽ മതി. അല്ല, പക്ഷെ അത് വക്കീൽ പറഞ്ഞിരിക്കുന്നത്. വക്കീൽ എങ്ങനെ പലതും പറയും. ഈ കാര്യത്തിൽ ഗൃഹനാഥനായ ഞാൻ പറയുന്ന കേട്ടാ മതി. എന്നെ ധിക്കരിച്ച് മീൻ വാങ്ങാതെ ബീഫും വാങ്ങിക്കൊണ്ട് ഇങ്ങോട്ട് അങ്ങനെ വരാനാണ് ഉത്തമന്റെ പരിപാടിയെങ്കിൽ പിന്നെ ഇങ്ങോട്ട് കേറൂലെന്നല്ലേ സാറ് പറയുന്നത്? പിന്നെ സാറ് എങ്കിൽ ഒരു കാര്യം ചെയ്യാം. ഇനിയിപ്പോ ഇനി മീൻ വാങ്ങണമെന്നാണ് ഗൃഹനാഥനായ മോലേഷ് സാറ് പറയുന്നത് എങ്കിൽ ഞാൻ മീൻ തന്നെ വാങ്ങിക്കാം. ഓഹോ, മീൻ തന്നെ വാങ്ങിക്കാം സാർ. എന്നാ പൊക്കോട്ടെ. മീനെ വാങ്ങുള്ളൂ സാർ. മീനെ വാങ്ങുള്ളേ. കുളിക്കാൻ പോകുന്നവരുണ്ട്, ഇതുവരായിട്ടും കുളിച്ചില്ലേ? ഇന്ന് ഓഫീസിലൊന്നും പോകുന്നില്ലേ സാറേ? എനിക്ക് ഓഫീസിൽ പോകേണ്ട നേരത്ത് പോകാൻ എനിക്കറിയാം. അതല്ലല്ലോ ഇപ്പോഴത്തെ പ്രശ്നം. ചെറിയച്ഛന് ഉച്ച ഊണിന് എന്ത് കറി ഉണ്ടാക്കി കൊടുക്കും എന്നുള്ളതാണ്. അത് ഞാൻ നേരത്തെ പറഞ്ഞതല്ലേ.
ബീഫ് വാങ്ങാൻ ഉത്തമന്റെ അടുത്ത് പറഞ്ഞു വിടുകയും ചെയ്തു. നീ ബീഫ് വാങ്ങാൻ ഉത്തമനോട് പറഞ്ഞത് കൊണ്ട് തന്നെ ബീഫ് വാങ്ങണ്ട എന്ന് ഞാനും പറഞ്ഞു. ഉത്തമൻ വാങ്ങിക്കൊണ്ട് വരുന്നത് മീനായിരിക്കും. മീൻ കറി വെച്ചാ മതി. മോനേട്ടാ, എന്താ മീൻ കറി വെച്ചു കരുതി ആകാശം തിരിഞ്ഞു വീഴില്ലല്ലോ. അസുഖമുള്ള ഒരാൾക്ക് ആവശ്യമില്ലാത്തൊരു സാധനം ഉണ്ടായിക്കൊടുത്ത് ബാക്കി ആരോഗ്യം കൂടി നശിപ്പിക്കണമെന്നും നിനക്ക് ഇത്ര നിർബന്ധത? ഓ എന്റെ മോഹനേട്ടാ, 2 വർഷം കൂടി വീട്ടിൽ വരുന്ന ഒരാൾക്ക് അയാൾക്ക് ഇഷ്ടമുള്ള ഒരു സാധനം ഉണ്ടാക്കി കൊടുക്കരുത് മോഹനേട്ടൻ എന്താ എത്ര നിർബന്ധം? മോഹനേട്ടാ, ബീഫ് അങ്ങനെ ഉത്തമനോട് പറഞ്ഞു വിട്ടത് ഞാനാണ്. അതിന് ഉത്തമൻ വാങ്ങിക്കൊണ്ട് വന്നില്ലെങ്കിൽ ഞാന് ഇനി ഈ വീട്ടിലൊന്നും ഉണ്ടാക്കാൻ പോകുന്നില്ല. ഇത് ധിക്കാരം. ആയിക്കോട്ടെ. ഭർത്താവ് പറയുന്ന അനുസരിക്കുന്നത് മോശമാണെന്ന് കരുതുന്ന ഒരു അഹങ്കാരിയാണ്. ചെറിയച്ഛൻ വന്ന പാടെ ചോദിക്കും, മാമേ ഉച്ചൂണ് എന്താ കറി എന്ന്. അപ്പൊ ഞാൻ പറയും ഒന്നുമില്ല. ആ എന്താ ബീഫ് ഉണ്ടാക്കാത്തത് എന്ന് ചെറിയച്ഛൻ ചോദിക്കുമ്പോ ഞാൻ പറയും മോഹനേട്ടൻ അത് സമ്മതിക്കാത്തോണ്ടാ എന്ന്. നീ പറഞ്ഞോ, എനിക്ക് ഒരു കുഴപ്പമില്ല. ബീഫ് കഴിച്ചാൽ ഉണ്ടാകുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ എന്തൊക്കെയാണ് എന്ന് ചെറിയച്ഛനെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാനുള്ള ബുദ്ധി കെ മോഹനൻ സാറിനുണ്ട്. ബീഫ് ഉണ്ടാക്കിയില്ലെങ്കിലും ചെറിയച്ഛ നല്ല 1-ാം തരം മീൻകറി ഉണ്ട് എന്ന് പറയുമ്പോ ചെറിയച്ഛന് എന്റെ യഥാർത്ഥ സ്നേഹം എന്താണെന്ന് മനസ്സിലാവും. മീൻകറി ഇവിടെ ഉണ്ടാവില്ല, പച്ചമീൻ ഇവിടെ ഉണ്ടാവും. അത് ചെറിയച്ഛൻ കഴിക്കൂ. ചെറിയച്ഛനായിരിക്കും. ചെറിയച്ഛന്റെ മുന്നിൽ ആളാകാൻ വേണ്ടി എനിക്കിട്ട് പാര വെച്ചാൽ നിന്റെ പൊടി പോലും കാണില്ല. എനിക്ക് പറയാനുള്ളത് ഞാൻ പറയും. മോഹനേട്ടനല്ല, ഇനി ആര് ഭീഷണിപ്പെടുത്തിയാലും എനിക്കതൊരു പ്രശ്നമല്ല. നീ വിവരം നമുക്ക് കാണാം. ചെറിയച്ഛൻ കൃത്യസമയത്തിന് വന്നല്ലോ. ഇതാണ് ചെറിയച്ഛന്റെ പ്രത്യേകത. ഒരു സമയം പറഞ്ഞാൽ പറഞ്ഞതാ. മോഹനേട്ടനെ പോലെ തന്നെ. ചെറിയച്ഛൻ വരൂ, ഇത്രയും ദൂരം യാത്ര ചെയ്ത് വന്നല്ലേ, നമുക്ക് ഇന്നലെ കഴിക്കാം. ചെറിയച്ഛൻ ഹോട്ടലിൽ നിന്നും കയറില്ല, ഇവിടെ വന്നേ കഴിക്കൂ എന്ന് ഞാൻ ഭാമയോട് പറയായിരുന്നു. ചെറിയച്ഛ മോഹനേട്ടനും അങ്ങനെ തന്നെയാണല്ലോ. എന്തായാലും ഇങ്ങോട്ടല്ലേ വരുന്നത്. എവൾ ഉണ്ടാക്കുന്ന പോലെ രുചിയുള്ള ഭക്ഷണം വേറെ ആരുണ്ടാക്കും? അത് വേണ്ടാന്ന് വെച്ച് ഞാൻ ഹോട്ടലിൽ കയറും. ആ ഒരു കാര്യത്തിൽ നീ ഭാഗ്യവാനാ മോഹനേഷ. രുചിയുള്ള ഭക്ഷണം 3 നേരവും കഴിക്കാമല്ലോ. അതെ, ഇവളായിരുന്നാലും ഉണ്ടാക്കുന്ന മീൻകറിയാ. ഇവളുണ്ടാക്കുന്ന മീൻകറിയുടെ രുചി എന്താണെന്ന് ചെറിയച്ഛന് അറിയാമോ? ഇന്ന് ചെറിയച്ഛൻ വരുന്ന പ്രമാണിച്ച് നല്ല അസല് മീൻകറി ഇവളുണ്ടാക്കാൻ പോവുകയാണ്. പക്ഷേ മീൻകറിയെക്കാട്ടിലും ചെറിയച്ഛൻ ഇഷ്ടം ബീഫാണല്ലോ. കഴിഞ്ഞ തവണ ചെറിയച്ഛൻ വന്നപ്പോ ഞാൻ ബീഫ് ഉണ്ടാക്കിയ കാര്യവും ചെറിയച്ഛൻ അത് പൊതിഞ്ഞു കെട്ടിക്കൊണ്ട് പോയ കാര്യമൊക്കെ ഞാൻ മോഹനേട്ടനോട് പറഞ്ഞപ്പോഴേ മോഹനേട്ടൻ എന്നോട് പറയാ, എന്നാ പിന്നെ ഇന്ന് ബീഫ് വെച്ച് തന്നെ ബാക്കി കാര്യം. ഞാൻ അങ്ങനെ പറഞ്ഞ കഴിഞ്ഞ തവണ വന്നപ്പോൾ മീൻകറി ഉണ്ടാക്കാത്തത് കൊണ്ടാണ് ചെറിയച്ഛൻ ബീഫ് നല്ലതെന്ന് പറഞ്ഞതെന്നും മീൻകറി ഉണ്ടാക്കിയിരുന്നെങ്കിൽ ഇനി എന്നും മീൻകറി മതി എന്ന് ചെറിയച്ഛൻ പറയുമെന്നും. ഞാൻ വന്നത് 2 കൊല്ലം മുമ്പല്ലേ. അന്നത്തെ കാര്യം പറഞ്ഞ് ഇന്ന് തർക്കിക്കുന്ന എന്തിനാ? അല്ല, ഈ സംഭവം എന്ന് വെച്ചാൽ ചെറിയച്ച ബീഫ് കറിയേക്കാൾ നല്ലത് മീൻകറിയാണല്ലോ. അങ്ങനെ പറയാൻ പറ്റില്ല മോനേട്ടാ, ബീഫ് ഒട്ടും മോശമല്ലല്ലോ. ബീഫ് ഉണ്ടാക്കുന്ന ചെറിയച്ഛൻ ഇഷ്ടം. ഇക്കാര്യത്തിൽ തർക്കം വേണ്ട. കഴിഞ്ഞ 6 മാസമായി ഞാൻ വെജിറ്റേറിയൻ. അയ്യോ, ഇറച്ചിയും വേണ്ട, മീനും വേണ്ട. അല്ല, മീൻകറി കുഴപ്പമില്ലെങ്കിൽ വേണ്ട. സത്യം പറഞ്ഞ പച്ചക്കറി കഴിച്ചു തുടങ്ങിയതോടെ ആകെ ഒരു സുഖമാണ്. ഇനി അങ്ങോട്ട് ഇറച്ചിയും മീനും കഴിക്കുന്നില്ല. നീ വാ സത്യവാമേ, കഴിക്കാൻ എന്തെങ്കിലും എടുക്ക്. നല്ല വിശപ്പ്. നീ ഇനി ചെറിയച്ഛന് ബീഫ് കറി വെച്ചെടുക്കുന്നത് എനിക്കത് കാണണം. മീൻകറിയും കഴിക്കൂലെന്നാണ് ചെറിയച്ഛൻ പറഞ്ഞത്. ഓർഡർ കേട്ടില്ലായിരുന്നു. ഞാൻ ഇത്രയും പെട്ടെന്ന് വരുമെന്ന് നിങ്ങൾ കരുതിയില്ലേ? അതാണ് ഉത്തമൻ.
സാറ് പറഞ്ഞ മീൻ എനിക്ക് വേണ്ട. ഇത് വാങ്ങിയില്ലെന്നുണ്ടെങ്കിൽ മേലിൽ എന്നെ ഈ വീട്ടിൽ കയറ്റൂല എന്ന് സാറ് പറഞ്ഞില്ലേ? അപ്പൊ പിന്നെ ഇത് വാങ്ങാതിരിക്കാൻ പറ്റൂലല്ലോ. പക്ഷെ അങ്ങനെ പറയുമ്പോ ഞാൻ വക്കീലിനെ ധിക്കരിച്ചു എന്ന് വക്കീലിന് തോന്നും. ആ അതും എനിക്ക് ദോഷം ചെയ്യും. ഏ? ഇത് വക്കീൽ പറഞ്ഞ ബീഫ് പിടിച്ചോ. ഇതിപ്പോ ഏതാണ് ചെറിയച്ഛന് കൊടുക്കണം, ഏതാണ് ചെറിയച്ഛന് കൊടുക്കണ്ട എന്നൊക്കെ തീരുമാനിക്കുന്നത് നിങ്ങളാണ്. കൊണ്ടുപോക്കോ. കാരണം ഇതൊക്കെ നിങ്ങളുടെ കാശ് കൊണ്ടാണ് വാങ്ങിച്ചത്. കഴിക്കേണ്ടത് നിങ്ങളുടെ ചെറിയച്ഛനും. എനിക്കിതിൽ ഒരു കാര്യമില്ല. അപ്പൊ ശരിയെ രണ്ടുപേരെ പിണക്കാതെ രണ്ടുപേരും പറഞ്ഞത് വാങ്ങിച്ചിട്ടുണ്ട്. അല്ലത് കൊണ്ടുപോകോ. ഇനി ഉത്തമന്റെ ഒന്നിനും കുറ്റം പറയരുത്. എന്താ പോയത്? നീ രൂപ എത്ര പോയത്? ഞാൻ കാരണോ? ഞാൻ പറഞ്ഞ പോലെ കേട്ടിരുന്നെങ്കിലേ ബീഫ് മാത്രം വാങ്ങുണ്ടായിരുന്നുള്ളൂ. എന്റെ കാശങ്ങൾ ലാഭിക്കായിരുന്നു. ചെറിയച്ചം വെജിറ്റേറിയൻ ആയ സ്ഥിതിക്ക് ഇത് ചെറിയച്ചുള്ള പിന്നെ കറി വെക്കുന്നത് ശരിയാണോ? പിന്നെ എന്ത് ചെയ്യും? എന്ത് ഇത് കറി വെക്കുന്ന കാര്യം ചെറിയച്ഛൻ അറിയണ്ട. രഹസ്യമായിട്ട് കറി വെച്ച് നമുക്ക് രഹസ്യമായിട്ട് കഴിക്കാം. വേറെ വഴിയില്ലല്ലേ? കാശ് മുടക്കിയല്ലേ? ചെറിയച്ഛനോടുള്ള സ്നേഹമാണോ തർക്കം ജയിക്കാനുള്ള വാശിയാണോ ഇവരെ ഈ അവസ്ഥയിൽ എത്തിച്ചത് എന്ന് പറയാനാവില്ല. എന്തായാലും തർക്കിച്ചത് അത്രയും വെറുതെ ആയി എന്ന് മാത്രം ഉറപ്പിച്ച് ഇന്നത്തേക്ക് വിടാം. പുതിയ തർക്കങ്ങളുമായി കാര്യം നിസ്സാരം തുടരുന്നു.